ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ SSLC ബയോളജി പരീക്ഷയ്ക്കായുള്ള ഉറപ്പായ ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ പ്രഡിക്ഷൻ വീഡിയോയുമാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ക്ലാസ്സുകളും നോട്ടുകളും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ ഒന്നാമത്തെ പാഠഭാഗമായ അറിയാനും പ്രതികരിക്കാനും എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. നാഡീവ്യവസ്ഥയെ കേന്ദ്ര നാഡീവ്യവസ്ഥ അതോടൊപ്പം തന്നെ മറ്റൊരു നാഡീവ്യവസ്ഥയുമായി തരംതിരിച്ചിട്ടുണ്ട്. അത് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നാണ്. അതായത് സെൻട്രൽ നെർവ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവ് സിസ്റ്റം. അടുത്തതായി കേന്ദ്ര നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി വരുന്നത് സുഷുമ്നയും അതായത് സ്പൈനൽ കോഡും അതോടൊപ്പം തന്നെ മസ്തിഷ്കവുമാണ്. ഇവിടെ മസ്തിഷ്കം എന്നാണ് എഴുതേണ്ടത്. അടുത്തതായി എ എന്ന ഭാഗത്ത് പെരിഫറൽ നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം. അതിൻ്റെ ഭാഗമാണ് സുഷുമ്ന നാഡികൾ അതോടൊപ്പം തന്നെ ശിരോനാഡികൾ അല്ലെങ്കിൽ സ്പൈനൽ നെർവ്സ് ആൻഡ് ക്രണിയൽ നെർവ്സ്. അടുത്തത് സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സിമ്പതറ്റിക് നാഡീവ്യവസ്ഥ, പാരാസിമ്പതറ്റിക് നാഡീവ്യവസ്ഥ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗ്രാഹി, സംവേദനാഡി, ഇന്റർന്യൂറോൺ, പ്രേരകനാഡി, ബന്ധപ്പെട്ട പേശി. റിസപ്റ്റർ, സെൻസറി നെർവ്, ഇന്റർന്യൂറോൺ, മോട്ടോർ നെർവ്, റിലേറ്റഡ് മസിൽ. ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത് സിമ്പതറ്റിക് വ്യവസ്ഥ, പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്നിവയുടെ പ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഉചിതമായ ശീർഷകം നൽകി പട്ടികപ്പെടുത്തുക എന്നതാണ്. ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ സിമ്പതറ്റിക് സിസ്റ്റം, പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്നിങ്ങനെയാണ് തരംതിരിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെയുള്ള ബി, സി, ഡി എന്നിവ സിമ്പതറ്റിക് വ്യവസ്ഥയും ബാക്കിയുള്ള എ, ഇ, എഫ് എന്നിവ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയുമായാണ് തരംതിരിക്കേണ്ടത്. ഈ ചോദ്യം ഉറപ്പായും നിങ്ങളുടെ പരീക്ഷയിൽ ഉണ്ടാകുന്ന ചോദ്യമാണ്. അതിനാൽ ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തി അടയാളപ്പെടുത്തുക എന്നതാണ് ചോദ്യം. SSLC 2025 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ബ്രെയിനിൻ്റെ ചിത്രം വരാൻ തന്നെയാണ്. അപ്പോൾ ഈ ചിത്രവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗങ്ങളും പ്രത്യേകതകളും പഠിച്ചു വെക്കാനായി ശ്രദ്ധിക്കുക. അടുത്ത ചിത്രം ഇതുപോലുള്ള ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ്. ഈ നെർവിൻ്റെ ചിത്രം കൂടി ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ചിത്രം നിരീക്ഷിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ്. ഇവിടെ സംവേദ ആവേഗങ്ങളെ സുഷുമ്നയിൽ എത്തിക്കുന്ന ഭാഗം, പാർട്ട് വിച്ച് ക്യാരി സെൻസറി ഇമ്പൾസസ് ടു സ്പൈനൽ കോഡ്. ആൻസർ ഡോർസൽ റൂട്ട്. പ്രേരക ആവേഗങ്ങളെ സുഷുമ്നയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഭാഗം, പാർട്ട് വിച്ച് ക്യാരി മോട്ടോർ ഇമ്പൾസസ് ഫ്രം സ്പൈനൽ കോഡ്. ആൻസർ വെൻട്രൽ റൂട്ട്. സുഷുമ്നയിൽ CSF നിറഞ്ഞിരിക്കുന്ന ഭാഗം, പാർട്ട് ഫിൽഡ് വിത്ത് CSF. ആൻസർ സെൻട്രൽ കനാൽ. അടുത്തത് ഇതുപോലുള്ള ചിത്രം തന്നിട്ടുള്ള ചോദ്യം പരീക്ഷയിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ചിത്രം തിരിച്ചറിയുക എന്നതാണ്. ഇത് സിനാപ്സിൻ്റെ ചിത്രമാണ്. A, B എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക എന്നതാണ്. A എന്നത് സിനാപ്റ്റിക് നോബ്, B എന്നത് ഡെൻഡ്രൈറ്റ്. അടുത്തത് C എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന നാഡീയ പ്രേക്ഷകത്തിന് ഒരു ഉദാഹരണം എഴുതുക എന്നതാണ്. ഇവിടെയുള്ളതാണ് C ആയി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയുള്ളതിന് ഉദാഹരണം അസറ്റൈൽ കോളിൻ ഓർ ഡോപ്പമിൻ. അടുത്തത് രോഗം, കാരണം, ലക്ഷണം എന്ന ഭാഗത്ത് നിന്ന് ഈ 3 രോഗങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതിനാൽ തന്നെ ഉറപ്പായും ഇത് പഠിച്ചു വയ്ക്കുക. അൽഷിമേഴ്സിന് കാരണം മസ്തിഷ്കത്തിൽ അലയമായ പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നു. ലക്ഷണം കേവല ഓർമ്മകൾ പോലും നഷ്ടപ്പെടുന്നു. പാർക്കിൻസൺസ്, അപസ്മാരം എന്നിവ കൂടി വായിച്ചു നോക്കുക. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതിനാൽ ഇത് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിനുള്ള ചോദ്യമാണ്. അടുത്തതായി, മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫ്രം ബ്രെയിൻ ടു സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി. ആൻസർ എ, പ്രേരകനാഡി അല്ലെങ്കിൽ മോട്ടോർ നെർവ്. അടുത്തത്, മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. ഇത് സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദനാഡിയാണ്. അടുത്തതായി, നാഡീകോശത്തിലൂടെ ആവേഗങ്ങളുടെ പ്രസരണം കാണിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ഇൻ എ ന്യൂറോൺ. ആദ്യമായി, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, കോശശരീരം അതായത് സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഈ ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത്, നേത്രരോഗം, കാരണം, പരിഹാരം എന്നിവയാണ്. സിറോഫ്താൽമിയ, ഗ്ലൂക്കോമ, തിമിരം, സെറോഫ്താൽമിയ, ഗ്ലൂക്കോമ, കാറ്ററാക്ട് എന്നിങ്ങനെ 3 രോഗങ്ങളാണ് പ്രധാനമായി പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഐ ഡിഫക്ട്സ് ആണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിൻ്റെ റീസണും റെമഡി, അതായത് കാരണം, പരിഹാരം എന്നിവ കൂടി പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത്, ഈ ചിത്രം തന്നുകൊണ്ടുള്ള ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. എ, ബി എന്നിവ തിരിച്ചറിയുക എന്നതാണ്. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. എ എന്നത് റോഡ് കോശം, അതായത് നമുക്കിവിടെ കാണാവുന്നതാണ്, റോഡ് പോലുള്ള ഷേപ്പിലാണ്, അപ്പോൾ റോഡ് കോശം. ബി എന്നത് കോൺ, നമുക്കിവിടെ കാണാവുന്നതാണ്, അപ്പോൾ കോൺ കോശം. അടുത്തതായി, എ, ബി ഇവയിലെ വർണ്ണകങ്ങൾ ഏതെല്ലാം? നെയിം ദ പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ എ ആൻഡ് ബി. ആൻസർ, എയിൽ റോഡോപ്സിൻ, ബിയിൽ ഫോട്ടോപ്സിൻ ഓർ അയോഡോപ്സിൻ. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഇവയിൽ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശം ഏത്? വിച്ച് സെൽ എമംഗ് ദീസ് ഹെൽപ്സ് ടു സീ ഒബ്ജക്ട്സ് ഇൻ ഡിം ലൈറ്റ്? ആൻസർ, റോഡ് സെല്ലാണ്. അടുത്ത ചോദ്യം, വർണ്ണക്കാഴ്ചകൾക്ക് സഹായിക്കുന്ന കോശം ഏത് എന്നാണ്. വിച്ച് എമംഗ് ദീസ് ഹെൽപ്സ് ഇൻ കളേർഡ് വിഷൻ? ആൻസർ, കോൺ സെൽ. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഉറപ്പായും പഠിച്ചിരിക്കേണ്ടതാണ്. 100% നിങ്ങളുടെ പരീക്ഷയിൽ വരുന്ന ചോദ്യമാണ്. അടുത്തത്, കാഴ്ച എന്ന അനുഭവവുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു വിഷൻ. ആദ്യമായി, പ്രകാശം, കോർണിയ, അക്വസ് ദ്രവം, പ്യൂപ്പിൾ, ലെൻസ്, വിട്രിയസ് ദ്രവം, റെറ്റിന, ആവേഗം, നേത്രനാഡി, സെറിബ്രം, കാഴ്ച എന്ന അനുഭവം. ലൈറ്റ്, കോർണിയ, അക്വസ് ഹ്യൂമർ, പ്യൂപ്പിൾ, ലെൻസ്, വിട്രിയസ് ഹ്യൂമർ, റെറ്റിന, ഇമ്പൾസസ്, ഒപ്റ്റിക് നെർവ്, സെറിബ്രം, എക്സ്പീരിയൻസ് ഓഫ് വിഷൻ. ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തതായി, ചെവിയിൽ കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്ന പാത്താണ് ചോദിച്ചിട്ടുള്ളത്. ശബ്ദതരംഗങ്ങൾ: ചെവിക്കുട, കർണനാളം, കർണപടം, അസ്ഥിശൃംഖല, ഓവൽ വിൻഡോ, കോക്ലിയ, രോമകോശങ്ങൾ, ആവേഗം, ശ്രവണനാഡി, സെറിബ്രം, കേൾവി എന്ന അനുഭവം. ഇത് നിങ്ങൾക്കിവിടെ നിന്നും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത്, കണ്ണിൻ്റെ ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നതാണ്. ഇവിടെ പറയുന്ന ഭാഗങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി ഇത്രയും ഭാഗങ്ങൾ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. കണ്ണിൻ്റെ ചിത്രം വരയ്ക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, അത് പഠിച്ചിരിക്കാനായി ശ്രദ്ധിക്കുക. അടുത്തത്, ഇതുപോലുള്ള ചിത്രം തന്നിട്ടുള്ള ചോദ്യം SLC പരീക്ഷകളിൽ കാണാറുള്ളതാണ്. എക്സ്, വൈ ഇവയെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക എന്നതാണ്. ഇവിടെ എക്സ് എന്നത് സെമി സർക്കുലർ കനാൽസ്, വൈ എന്നത് കോക്ലിയ. എക്സ്, വൈ എന്നിവയുടെ ധർമ്മങ്ങൾ എഴുതുക എന്നതാണ്. എക്സ് തുലന നില പാലിക്കുന്നു, വൈ കേൾവിക്ക് സഹായിക്കുന്നു. എക്സ് ഹെൽപ്സ് ഇൻ ബോഡി ബാലൻസ് ആൻഡ് വൈ ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. അടുത്തത്, രുചി എന്ന അനുഭവവുമായി ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കാനാണ്. അതോടൊപ്പം തന്നെ ഗന്ധം അനുഭവപ്പെടുന്ന ചാർട്ടും, അതായത് ടേസ്റ്റിൻ്റെയും സ്മെല്ലിൻ്റെയും പാത്ത്, അതായത് എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് എന്നുള്ള ഫ്ലോ ചാർട്ടാണ്. ഉത്തരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്, അത് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത്,
രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ടാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 70 മുതൽ 110 mg/100 ml ആണ്. ഈ ഫ്ലോ ചാർട്ട് കൂടി ഒന്ന് പഠിച്ചു വെക്കാനായി ശ്രദ്ധിക്കുക. അടുത്തതായി തൈറോയിഡ് ഗ്രന്ഥിയും കാൽസിട്ടോണിനും ഹോർമോൺ സ്രവിക്കുന്നു. അസ്ഥികളിൽ നിന്നും കാൽസ്യം രക്തത്തിൽ കലരുന്നത് തടയുന്നു. അടുത്തതായി ഡി എന്ന സ്ഥാനത്ത് പാരാതൈറോയിഡ്, ഇ എന്ന സ്ഥാനത്ത് പാരാതോർമോൺ, എഫ് എന്ന സ്ഥാനത്ത് വൃക്കകളിൽ നിന്നും കാൽസ്യത്തെ പുനരാഗിരണം ചെയ്യുന്നു. ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായി വളരെ പ്രധാനപ്പെട്ടത്, ഇതിൽ നിന്ന് 1 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് 4 മാർക്ക് എന്നിവയിൽ നിന്നുള്ള ചോദ്യം ഉറപ്പായും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. സസ്യ ഹോർമോൺ, അതോടൊപ്പം തന്നെ ധർമ്മം, പ്ലാന്റ് ഹോർമോൺ ആൻഡ് ഫങ്ഷൻസ്. ഒന്നാമതായി ഓക്സിൻ, ഫലരൂപീകരണം, ഓക്സിൻ ഫ്രൂട്ട് ഫോർമേഷൻ, ജിബർലിൻ ഇലവിരിയൽ അല്ലെങ്കിൽ സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്, സൈറ്റോകൈനിൻ കോശവൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ, എത്തിലിൻ ഫലങ്ങൾ പാകമാകൽ, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. ഇത് ഉറപ്പായും പഠിച്ചു വെച്ചിരിക്കേണ്ട ചോദ്യമാണ്, പഠിച്ചു എന്ന് കരുതുന്നു. അടുത്തതായി രോഗാവസ്ഥ, അതോടൊപ്പം തന്നെ കാരണം എന്നിവയാണ്. ഭീമാകാരത്വം, അക്രോമെഗാലി, വാമനത്വം, ജൈജാൻറ്റിസം, അക്രോമെഗാലി, ഡ്വാർഫിസം എന്നിവയുടെ കണ്ടീഷൻ, റീസൺ, സിംറ്റംസ്, അതായത് കാരണങ്ങളും ലക്ഷണങ്ങളും എല്ലാം പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ഇതുപോലൊരു ഗ്രാഫ് തന്നിട്ടുള്ള ചോദ്യം പരീക്ഷകളിൽ കണ്ടുവരാറുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിലുള്ള വ്യക്തികൾ, പേഴ്സൺസ് വിത്ത് നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. ആൻസർ ബി ആൻഡ് സി. ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിലും കുറവുള്ള വ്യക്തി ആര് എന്നാണ്. പേഴ്സൺ വിത്ത് ഗ്ലൂക്കോസ് ലെവൽ ബിലോ ദ നോർമൽ. ആൻസർ എ എന്ന വ്യക്തിയാണ്. ഡി എന്ന വ്യക്തിയിലെ രോഗാവസ്ഥ ഏത് എന്നാണ് ചോദ്യം. ദ കണ്ടീഷൻ ഓഫ് പേഴ്സൺ ഡി. ആൻസർ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ്. ഡി എന്ന വ്യക്തിയുടെ രോഗലക്ഷണങ്ങൾ, അതായത് പ്രമേഹ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ രോഗലക്ഷണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സിംറ്റംസ് ഓഫ് പേഴ്സൺ ഡി ആണ് ചോദിച്ചിട്ടുള്ളത്. വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് ആൻഡ് തേഴ്സ്റ്റ്, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. അടുത്തതായി ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഫ്ലോ ചാർട്ട് കൂടി ഒന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, രോഗകാരി, രോഗം, സസ്യം, ബാക്ടീരിയ, രോഗം ബ്ലൈറ്റ്, സസ്യം നെല്ല്, വൈറസ് വാഴ, കറുനാമ്പ് രോഗം, ഫംഗസ് ദ്രുതവാട്ടം കുരുമുളക്, ബാക്ടീരിയ ബ്ലൈറ്റ് പാഡി, വൈറസ് ബഞ്ചി ടോപ്പ് ബനാന, ഫംഗസ് ക്വിക്ക്വിൽറ്റ് പെപ്പർ. അടുത്തതായി ജീവിതശൈലി രോഗങ്ങളും കാരണങ്ങളും ക്രമമായി പട്ടികപ്പെടുത്തുക എന്നതാണ് ചോദ്യം. ഇവിടെ ഇൻസുലിൻ കുറവോ പ്രവർത്തന വൈകല്യമോ, ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഓർ ഇറ്റ്സ് മാൽഫങ്ഷനിങ്. ആൻസർ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ്. ബാക്കിയുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിക്കാവുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, അതിനാൽ ഉറപ്പായും തന്നെ പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ഇതുപോലുള്ള ചോദ്യം SLC പരീക്ഷകളിൽ വരാറുള്ള ചോദ്യമാണ്. ഈ രോഗകാരിയെ തിരിച്ചറിയുക. ഐഡൻറ്റിഫൈ ദി പാത്തോജൻ. ആൻസർ HIV. ഇവ നമ്മുടെ ശരീരത്തിലെത്തിയാൽ പെരുകുന്നത് എങ്ങനെ? ഹൗ ഡസ് ദിസ് പാത്തോജൻ റെസ്പോൺസിബിൾ ഫോർ റെഡ്യൂസിങ് ഇമ്മ്യൂണിറ്റി? ആൻസർ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുന്നു. HIV multiples using the genetic mechanism of lymphocytes which play a major role in providing immunity to the body. അടുത്തതായി ഉചിതമായ പട്ടികയിൽ പൂർത്തിയാക്കുക എന്നതാണ്. B ലിംഫോസൈറ്റ്, T ലിംഫോസൈറ്റ് എന്നിവയുടെ പ്രത്യേകതകളാണ്. ഇവിടെ B ലിംഫോസൈറ്റുകൾക്ക് വരുന്നത് 2, 3, 2, 5, 6 എന്നീ പ്രത്യേകതകളാണ്. അതോടൊപ്പം തന്നെ T ലിംഫോസൈറ്റുകൾക്ക് വരുന്നത് 1, 3, 4 എന്നിങ്ങനെയാണ്. ഈ പട്ടിക പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ഫാഗോസൈറ്റോസിസിൻ
മായി ബന്ധപ്പെട്ട് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ്. ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. ആദ്യമായി രോഗാണു പാത്തോജൻ. രണ്ടാമതായി രോഗാണുക്കളെ സ്തരസഞ്ചിയിൽ ഉൾക്കൊള്ളുന്നു. എൻഗൾഫ്സ് പാത്തോജൻ ഇൻ മെംബ്രെയിൻ സാക്ക്. അടുത്തതായി ലൈസോസോം. സി എന്നിടത്ത് സ്തരസഞ്ചികൾ ലൈസോസോമുമായി കൂടിച്ചേരുന്നു. ലൈസോസോം കമ്പൈൻസ് വിത്ത് മെംബ്രെയിൻ സാക്ക്. അടുത്തതായി സസ്യങ്ങളിലെ വിവിധ പ്രതിരോധ മാർഗങ്ങളാണ്. ഇവിടെ എ എന്നത് കലോസ്, ബി പുറന്തൊലി, സി ക്യൂട്ടിക്കിൾ, ഡി കോശഭിത്തി. എ കലോസ്, ബി ബാർക്ക്, സി ക്യൂട്ടിക്കിൾ, ഡി സെൽവാൾ. അടുത്തതായി രക്തദാനം, ജീവദാനം. രക്തദാനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവ എന്നിവയാണ് ചോദ്യം. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഷുഡ് ബി പീപ്പിൾ ഇൻ ദി ഏജ് ഗ്രൂപ്പ് 18 to 60. 3 മാസത്തിലൊരിക്കൽ രക്തദാനം നടത്താം. ബ്ലഡ് ഡൊണേഷൻ ക്യാൻ ബി ഡൺ വൺസ് ഇൻ 3 months. ബാക്കി നമുക്ക് വളരെ ജനറലായി അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടതായിട്ടുള്ളത്. അടുത്തതായി വിവിധ രക്തഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തീകരിക്കാനാണ്. ആൻറ്റിജൻ എ, അപ്പോൾ രക്തഗ്രൂപ്പ് എ ആണ്. ആൻറ്റിബോഡി ബി. രക്തഗ്രൂപ്പ് എ ബി എന്നാണ്. ആൻറ്റിജനുകൾ എയും അതോടൊപ്പം തന്നെ ബിയും. ആൻറ്റിബോഡി ഇല്ല. രക്തഗ്രൂപ്പ് ബി ആണെങ്കിൽ ആൻറ്റിജൻ ബി തന്നെയാണ്, ആൻറ്റിബോഡി എ ആണ്. രക്തഗ്രൂപ്പ് ഒ ആണെങ്കിൽ ആൻറ്റിജനുകൾ ഇല്ല, ആൻറ്റിബോഡി എയും ബിയും. ഇങ്ങനെ നിങ്ങൾക്ക് ഈ പട്ടിക പൂർത്തിയാക്കാവുന്നതാണ്. പെനിസിലിൻ ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക് ആണ്. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദ്യം. അലക്സാണ്ടർ ഫ്ലെമിംഗ്. എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതും ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങൾ. മെഡിസിൻസ് ദാറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംഗി എക്സെട്ര ആൻഡ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ബാക്ടീരിയ. ഇവയുടെ സ്ഥിരമായ ഉപയോഗം ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ എന്തെല്ലാം? ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ചില വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കുന്നു. ഡിസ്ട്രോയ്സ് യൂസ്ഫുൾ ബാക്ടീരിയാസ് ഇൻ ദി ബോഡി. റെഡ്യൂസസ് ദ ക്വാണ്ടിറ്റി ഓഫ് സം വിറ്റാമിൻസ് ഇൻ ദി ബോഡി. അടുത്തതായി വളരെ ജനറലായി എഴുതാൻ ചോദിക്കുന്ന ചോദ്യമാണ്. രക്തദാനവുമായി മഹത്വം കാണിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. മേക്ക് എ പോസ്റ്റർ ഷോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ഡൊണേഷൻ. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായി മാർക്ക് ലഭിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. വർഗസംകരണ പരീക്ഷണം നിരീക്ഷിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ്. ഇതുപോലുള്ളൊരു ചോദ്യം പരീക്ഷയിൽ ഉണ്ടാകാറുള്ളതാണ്. ഈ ചോദ്യം പഠിച്ചു വെക്കാനായി ശ്രദ്ധിക്കുക. അടുത്തത് ജീനുകളുമായി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ആക്ഷൻ ഓഫ് ജീൻസ്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ്. ആദ്യമായി DNA-യിൽ നിന്ന് mRNA രൂപപ്പെടുന്നു. mRNA ഫോംസ് ഫ്രം DNA. അടുത്തതായി mRNA ന്യൂക്ലിയസിന് പുറത്തെത്തുന്നു. mRNA റീച്ചസ് ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ്. അടുത്തതായി mRNA റൈബോസോമിൽ എത്തുന്നു. mRNA റീച്ചസ് റൈബോസോം. അടുത്തതായി tRNA വിവിധതരം അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. tRNA ബ്രിങ്സ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ് ടു റൈബോസോം. ഈ ചോദ്യം നാളത്തെ പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. അതിനാൽ ഇത് പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ന്യൂക്ലിയോടൈഡുമായി ബന്ധപ്പെട്ടതാണ്. ന്യൂക്ലിയോടൈഡിൽ ഫോസ്ഫേറ്റ്, പഞ്ചസാര തന്മാത്ര, ഷുഗർ മോളിക്യൂൾ, നൈട്രജൻ ബേസ് എന്നീ 3 ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അത് ഉറപ്പായും പഠിച്ചിരിക്കുക. ന്യൂക്ലിയോടൈഡിൽ ഫോസ്ഫേറ്റ്, ഷുഗർ മോളിക്യൂൾ ആൻഡ് നൈട്രജൻ ബേസ്. അടുത്തതായി ഈ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് എഴുതുക എന്നതാണ്. ഐഡൻറ്റിഫൈ ദി പ്രോസസ്. ആൻസർ ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ, ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം. ഇതിൻ്റെ പ്രാധാന്യം എന്ത്? സന്താനങ്ങളിൽ വ്യതിയാനം രൂപപ്പെടുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പ്രോസസ് ഈസ് കോസസ് ദി എക്സ്പ്രഷൻ ഓഫ് ന്യൂ ക്യാരക്ടേഴ്സ് ഇൻ ഓഫ് സ്പ്രിങ്സ്. അടുത്ത ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് പഠിച്ചു വയ്ക്കാനായി ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ ഉപയോഗിച്ച് DNA-യുടെ അടിസ്ഥാന യൂണിറ്റ് നിർമ്മിക്കുക എന്നതാണ്. ഇതുപോലുള്ള ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. ഇതാണ് DNA-യുടെ അടിസ്ഥാന യൂണിറ്റ്. ഈ യൂണിറ്റിന് പറയുന്ന പേരെന്ത് എന്നാണ് ഉത്തരം. ന്യൂക്ലിയോടൈഡ്. ABC ഇവയെ തിരിച്ചറിഞ്ഞ് എഴുതുക. ഇവിടെ A എന്നത് ഫോസ്ഫേറ്റ് ആണ്, B എന്നത്
പഞ്ചസാര തന്മാത്ര അല്ലെങ്കിൽ പെൻഡോസ് ഷുഗർ, സി എന്നത് നൈട്രജൻ ബേസ് എന്നിവയാണ്. അപ്പോൾ ഈ 3 ചിത്രങ്ങളും ഇതെല്ലാം കൂടി ചേർന്നുള്ള ചിത്രങ്ങളും ഇതിനെ ന്യൂക്ലിയോടൈഡ് എന്നാണ് പറയുന്നത്. അടുത്തതായി പട്ടിക പൂർത്തിയാക്കുക എന്ന ചോദ്യമാണ്. DNA ഇഴകളുടെ എണ്ണം 2, ഡിയോക്സി റൈബോസ് പഞ്ചസാര, നൈട്രജൻ ബേസുകൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ്. DNA നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് 2, ടൈപ്പ് ഓഫ് ഷുഗർ ഡിയോക്സി റൈബോ ഷുഗർ, നൈട്രജൻ ബേസസ് ആർ അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ. അടുത്ത ചോദ്യം RNA-യുമായി ബന്ധപ്പെട്ടതാണ്. ഇഴകളുടെ എണ്ണം ഓർ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ആർ 1. പഞ്ചസാരയുടെ തരം അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഷുഗർ ഈസ് റൈബോസ് പഞ്ചസാര ഓർ റൈബോസ് ഷുഗർ. നൈട്രജൻ ബേസുകൾ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതായത് ഇവിടെ തൈമിന് പകരം യുറാസിനായി വരുന്നു എന്നതാണ് RNA-യിലെ പ്രത്യേകത. ബാക്കി 3 സെയിം തന്നെയാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന AB ബോക്സുകളിലെ വസ്തുക്കളെ ഉചിതമായി ജോഡി ചേർക്കുക എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജങ്ക് ജീനുകൾ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ്. അടുത്ത DNA പ്രൊഫൈലിംഗ്, ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ, ജീൻ മാപ്പിംഗ്, അതോടൊപ്പം തന്നെ ജീനോം എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് മാച്ച് ദി ഫോളോയിങ് ആയി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഉറപ്പായും പഠിച്ചു വെക്കുക. അടുത്തതായി വൈറൽ രോഗങ്ങൾ, ഇൻ്റർഫെറോൺ, പ്രമേഹം, സൊമാറ്റോട്രോപ്പിൻ. അടുത്തതായി വളർച്ചാ വൈകല്യങ്ങൾ, ഇൻസുലിൻ, പ്രമേഹം, ഇൻസുലിൻ, വളർച്ചാ വൈകല്യങ്ങൾ, സൊമാറ്റോട്രോപ്പിൻ, വേദന, എൻഡോർഫിൻ എന്നിങ്ങനെയാണ്. നേരത്തെ പറഞ്ഞത് ചെറുതായി തെറ്റുണ്ട്. ബി എന്ന സ്ഥാനത്ത് ഡയബറ്റിസ്, ഇൻസുലിൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തതായി ജനിതക എഞ്ചിനീയറിംഗ്, അതോടൊപ്പം നേട്ടങ്ങൾ. ജീൻ തെറാപ്പി, ജനിതക മാറ്റ അവകാശ ലംഘനം. ജീൻ തെറാപ്പി, ജനറ്റിക് മോഡിഫിക്കേഷൻ, വയലേഷൻ ഓഫ് റൈറ്റ്സ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ്, ഫാം ആനിമൽസ്, ബയോ വെപ്പൺസ്, ത്രെറ്റ് ടു ഇൻഡിജിനസ് വെറൈറ്റീസ്. അടുത്തതായി ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ്. മനുഷ്യ DNA-യിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദക ജീനിനെ മുറിച്ചെടുക്കുന്നു. കട്ടിംഗ് ഓഫ് ഇൻസുലിൻ ജീൻ ഫ്രം ഹ്യൂമൻ DNA. അടുത്തതായി ബാക്ടീരിയയുടെ DNA-യിൽ നിന്ന് പ്ലാസ്മിഡിനെ വേർതിരിച്ചെടുക്കുന്നു. ഐസൊലേഷൻ ഓഫ് പ്ലാസ്മിഡ് ഫ്രം ബാക്ടീരിയ. ഇൻസുലിൻ ഉൽപ്പാദക ജീനിനെ പ്ലാസ്മിഡിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ജോയിൻ ഇൻസുലിൻ ജീൻ വിത്ത് പ്ലാസ്മിഡ്. അടുത്തതായി ഇൻസുലിൻ ജീൻ കൂട്ടിച്ചേർത്ത പ്ലാസ്മിഡിനെ ബാക്ടീരിയയുടെ കോശത്തിൽ നിക്ഷേപിക്കുന്നു. പ്ലാസ്മിഡ് വിത്ത് ലിഗേറ്റഡ് ഇൻസുലിൻ ജീൻ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ബാക്ടീരിയൽ സെൽ. അടുത്തതായി വളർച്ചാ മാധ്യമത്തിൽ പെരുകിയ ബാക്ടീരിയകൾ പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ബാക്ടീരിയ ദാറ്റ് മൾട്ടിപ്ലൈ ഇൻ ദി കൾച്ചർ മീഡിയം പ്രൊഡ്യൂസ് ഇനാക്റ്റീവ് ഇൻസുലിൻ. അടുത്തതായി ഇവയിൽ നിന്നും പ്രവർത്തന സജ്ജമായ ഇൻസുലിൻ നിർമ്മിക്കുന്നു. ആക്റ്റീവ് ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദിസ്. അപ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പഠിച്ചു വയ്ക്കാനായി ശ്രദ്ധിക്കുക. അടുത്തതായി ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചിത്രം തന്ന് ഈ പരീക്ഷണത്തിൻ്റെ പേരെന്തെന്ന് ചോദിക്കുന്നു. നെയിം ദി എക്സ്പെരിമെൻറ്റ്. ആൻസർ യുറേ മില്ലർ എക്സ്പെരിമെൻറ്റ്. ഫ്ലാസ്കിലെ രാസഘടകങ്ങൾ ഏതെല്ലാം? മീഥേൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ. രാസപ്രവർത്തന ശേഷം രൂപം കൊള്ളുന്ന ജൈവ കണികകൾ ഏതെല്ലാം? അമിനോ ആസിഡ്സ്. ഈ പരീക്ഷണം ഏത് പരികൽപ്പനയ്ക്ക് കൂടുതൽ സ്വീകാര്യത നൽകി? വിച്ച് ഹൈപ്പോത്തസിസ് ഗോട്ട് മോർ ആക്സെപ്റ്റൻസ് ആഫ്റ്റർ ദിസ് എക്സ്പെരിമെൻറ്റ്? ആൻസർ രാസപരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ ഒപ്പാരൻ ഹാൽഡെ ഹൈപ്പോത്തസിസ്. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ചോദ്യം, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിലെ മുഖ്യ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക എന്നതാണ്. ചൂസ് ദ മെയിൻ ഐഡിയാസ് ഓഫ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഫ്രം ദി ബോക്സ് ആൻഡ് റൈറ്റ് ഇറ്റ് ഓർഡർ.
ആദ്യമായി തന്നെ ഓരോ ജീവിവർഗവും നിലനിൽക്കാനാവുന്നതിലും കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. എവറി സ്പീഷീസ് പ്രൊഡ്യൂസസ് മോർ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ദാൻ ക്യാൻ സർവൈവ് ഓൺ എർത്ത്. അടുത്തതായി, ജീവികൾ തമ്മിൽ ഭക്ഷണത്തിനും വാസസ്ഥലത്തിനും ഇണയ്ക്കും വേണ്ടി കടുത്ത മത്സരം ഉണ്ടാക്കുന്നു. ഓർഗാനിസം കോമ്പീറ്റ് വിത്ത് വൺ അനദർ ഫോർ ഫുഡ്, സ്പേസ് ആൻഡ് മേറ്റ്സ്. അടുത്തതായി, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ അനുകൂല വ്യതിയാനമുള്ളവ നിലനിൽക്കുന്നു, അല്ലാത്തവ നശിക്കുന്നു. ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് ആൻഡ് നോൺ ഫേവറബിൾ വേരിയേഷൻസ്. ഏറ്റവും അവസാനമായി, ഓരോ ജീവിവർഗവും നിലനിൽക്കാനാവുന്നതിലും അനുകൂല വ്യതിയാനങ്ങൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക വഴി പുതിയ ജീവജാതി ഉണ്ടാകുന്നു. അതായത് ഫേവറബിൾ വേരിയേഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദി നെക്സ്റ്റ് ജനറേഷൻ. ദേ ഗോട്ട് അക്യുമുലേറ്റഡ് ആൻഡ് ഇൻഹെറിറ്റഡ് ത്രൂ ജനറേഷൻ. ദോസ് വിത്ത് നോൺ ഫേവറബിൾ വേരിയേഷൻസ് ഗോട്ട് എലിമിനേറ്റഡ്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങളാണ്. ഇത് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. 2 അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. പഠിച്ചു വെക്കാനായി ശ്രദ്ധിക്കുക. അടുത്തത്, ജീവോൽപത്തിയുമായി ബന്ധപ്പെട്ട് ബോക്സിൽ കൊടുത്ത ഘട്ടങ്ങൾ കാലഗണനാക്രമത്തിൽ ക്രമീകരിച്ച് എഴുതുക എന്നതാണ്. ആദ്യമായി, ആദിമകോശം, പ്രോകാരിയോട്ടുകൾ, യൂക്കാരിയോട്ടുകൾ, യൂക്കാരിയോട്ടിക് കോളനി, ബഹുകോശ ജീവി. പ്രിമിറ്റീവ് സെൽ, പ്രോകാരിയോട്സ്, യൂക്കാരിയോട്ടിക് കോളനി, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അടുത്തതായി, മനുഷ്യ പരിണാമ ചരിത്രത്തിലെ മുഖ്യ ഘട്ടങ്ങൾ എഴുതാനാണ്. റീറൈറ്റ് ദി മെയിൻ സ്റ്റേജസ് ഓഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ഇൻ കറക്റ്റ് ഓർഡർ. ആദ്യം, ആർഡിപിത്തക്കസ് റാമിഡസ്. അടുത്തതായി, ആസ്ട്രാലോപിത്തക്കസ് അഫാരിൻസ്, ഹോമോ ഹെബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ നിയാർത്താൻഡൽസ്, ഹോമോ സാപ്പിയൻസ്. ഏറ്റവും അവസാനമായി ഹോമോ സാപ്പിയൻസ്. ഉചിതമായ രീതിയിൽ ക്രമീകരിക്കുക. ഗിബ്ബൺ, ഒറാങ്ങൂട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, മനുഷ്യൻ. ഗിബ്ബൺ, ഒറാങ്ങൂട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി ആൻഡ് മാൻ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചെവിയുടെ ചിത്രം പകർത്തി വരച്ച് വരയ്ക്കാനുള്ളത് ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ടത്. ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.